ശ്രീകാന്ത്, ഈ പറഞ്ഞ ആത്മവിശ്വാസത്തിൽ വലിയ കാര്യമുണ്ട്. കാരണം ഈ ഇന്ത്യ മുന്നണി രൂപീകരിച്ച ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ക്ക് അല്പം ഒന്ന് പുറകോട്ട് പോക്കുണ്ടായി. അത് വളരെ എഫക്റ്റീവായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ അതിനുശേഷം സംഭവിച്ചതോ, 10ഓളം തെരഞ്ഞെടുപ്പുകൾ, 10ഓളം നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ. 8ഓളം തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. അതിൽ 5ഇടങ്ങളിൽ BJP ക്കോ NDAയ്ക്കാണ് നേട്ടമുണ്ടായത്. ജമ്മു കാശ്മീരിലും ജാർഖണ്ഡിലും മാത്രം ചില വ്യത്യാസങ്ങളുണ്ടായി. പക്ഷെ അവിടെയൊന്നും കോൺഗ്രസിന് നേട്ടമില്ല. ജമ്മു കാശ്മീരിൽ ആരാണ് നേട്ടമുണ്ടാക്കിയത് നമുക്കറിയാം. കോൺഗ്രസ് കാര്യമായി അവിടെ സ്വാധീനം ചെലുത്തിയില്ല. ജാർഖണ്ഡിലും ആർക്കാണ്? ഘടകകക്ഷിയായ മുക്തിമോർച്ചയ്ക്കാണ് പ്രധാനമായും നേട്ടമുണ്ടാക്കിയത്. അപ്പോൾ ഇപ്പോൾ ഡൽഹിയിലെ അവസ്ഥ നമ്മൾ കണ്ടു. ഏതാണ്ട് 20ഓളം മണ്ഡലങ്ങളിൽ 20,000-ന് മുകളിലാണ്, 21 മണ്ഡലങ്ങളിൽ 20,000-ന് മുകളിലാണ് BJP സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം. അങ്ങനെ BJPയെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയ ഒരു മുന്നണി അതിനെ പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഘടകകക്ഷി നേതാക്കളായി മാറുന്ന പശ്ചാത്തലം, BJPയെ ഇനിയും ഇന്ത്യയിൽ തോൽപ്പിക്കാനാകുമോ എന്ന തരത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുകയല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അത് കോൺഗ്രസ് വലിയ തോതിൽ ആത്മപരിശോധന നടത്തേണ്ട ഒരു വിഷയമാണ്. കാരണം കോൺഗ്രസ് പാർട്ടി നമുക്കറിയാം ഇന്നിപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ പാർട്ടിയാണ്. അവർക്ക് ലോക്സഭയിൽ 100 MP-മാരുണ്ട്. ഈ 100 MP-മാർ എങ്ങനെ കിട്ടി എന്നതെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഒന്ന് ആലോചിക്കേണ്ടതാണ്. കാരണം ഈ പറയുന്ന പോലെ BJPയുടെ വർഗീയതയ്ക്കെതിരെ, വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ദേശീയ തലത്തിൽ രൂപം കൊണ്ട മതനിരപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ കൂട്ടായ്മ, ആ ഇന്ത്യ കൂട്ടായ്മയുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് തങ്ങളുടെ സീറ്റുകൾ ഏതാണ്ട് ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 3 അക്കത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. ആ ഒരു വസ്തുതയെങ്കിലും കോൺഗ്രസ് നേതൃത്വം മറക്കരുത്. ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ പറയുന്നത് ഈ പറയുന്ന ഇന്ത്യ കൂട്ടായ്മ എന്ന് പറയുന്നത് 2024 ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം രൂപീകരിച്ചതാണ്. സംസ്ഥാന നിയമസഭകളിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല. അവിടെ അതാത് സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നത്. അത് ഒരു വശത്ത് അവിടെ നിൽക്കട്ടെ, അത് ശരിയായിരിക്കാം, ചില സംസ്ഥാനങ്ങളിൽ അങ്ങനെയൊക്കെ പറ്റും. പക്ഷേ BJP ഏറ്റവും കരുത്തോടെ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെങ്കിലും സാധിക്കുമെങ്കിൽ മതനിരപക്ഷ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരേണ്ടത് അനിവാര്യമാണ്. ആ ഒരു കൂട്ടായ്മയ്ക്ക് മുൻകൈ എടുക്കേണ്ടത് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ആണ്. നമുക്ക് ഡൽഹിയിൽ എന്താണ് സംഭവിച്ചത്? ഡൽഹിയിൽ കോൺഗ്രസ് ഒരു ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി അല്ല. കഴിഞ്ഞ 2-3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിഗണിച്ചാൽ ഡൽഹിയിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയെ കോൺഗ്രസിനെ പരിഗണിക്കാനാവില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 4% വോട്ട് മാത്രമാണ് അവർക്ക് ലഭിച്ചത്. അപ്പോൾ ഇവിടെ ഇത്തവണ ഡൽഹി പിടിക്കാൻ സർവ്വസന്നാഹവുമായി BJP എത്തുമ്പോൾ ആ BJPയെ തടുത്തു നിർത്തുക. പ്രത്യേകിച്ച് ഹരിയാനയിൽ ഒരു തോൽവി ഉണ്ടായി, മഹാരാഷ്ട്രയിൽ ഒരു തോൽവി ഉണ്ടായി. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം വലിയ ആത്മവിശ്വാസത്തിലേക്ക് BJP വളരുന്നു. ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഘട്ടത്തിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി ജയിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം BJP വീണ്ടെടുക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് ഉണ്ടാവേണ്ടതായിരുന്നു. അതുകൊണ്ട് ഡൽഹിയിലെങ്കിലും BJPയെ വിജയിപ്പിക്കാതിരിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കേണ്ട കടമ തീർച്ചയായും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. അതവർ മറന്നു. അവർ കേവലം അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു എന്ന് പറയുന്നതാകും ശരി. കാരണം ഇവിടെ ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായത് കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ മാത്രം എന്ന് ഞാൻ പറയുന്നില്ല. അത് ഒരുപക്ഷെ ഇപ്പം ആം ആദ്മിയും കോൺഗ്രസും സഖ്യത്തിൽ മത്സരിച്ചാലും ചിലപ്പോൾ ഫലം ഇങ്ങനെയൊക്കെ ആവാം. പക്ഷെ അവിടെ മറ്റൊരു വസ്തുത നമ്മൾ പരിശോധിക്കണം. എത്ര രൂക്ഷമായിട്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും കടന്നാക്രമിച്ചത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ. അവർ BJPക്കെതിരെ എന്തെങ്കിലും ഒരു വിമർശനം കാര്യമായി നടത്തുന്നതായി കാണുന്നേയില്ല. ആക്രമണം മുഴുവൻ ആം ആദ്മി പാർട്ടിക്കെതിരെയും കെജ്രിവാളിനെതിരെയുമായിരുന്നു. അവരെ അഴിമതിക്കാരായി, കെജ്രിവാളിനെ അഴിമതി നേതാവായും ആം ആദ്മി പാർട്ടി ഒരു അഴിമതി പാർട്ടിയെയും ചിത്രീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തനം അത്രയും. അതിന് നേതൃത്വം കൊടുത്തത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആണ് എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അതായത് ചില ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒരു സമീപനം എടുത്തിരുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഇന്ത്യ കൂട്ടായ്മ ദുർബലപ്പെടുത്തുന്ന വിധത്തിലുള്ള നീക്കങ്ങൾ സംസ്ഥാന ഘടകങ്ങളിൽ അധികം വേണ്ട. ഡൽഹിയിലടക്കം ഡൽഹിയിലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളെ പല ഘട്ടങ്ങളിലും ദേശീയ നേതൃത്വം തടുത്തു നിർത്തിയിരുന്നു. വലിയൊരു ആക്രമണം ആം ആദ്മി പാർട്ടിക്കെതിരെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഏതോ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ആ നിലപാട് തിരുത്തി. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ആ നിലപാട് തിരുത്തി. ആരാണ് അത്തരം ഉപദേശം രാഹുലിനും പ്രിയങ്കയ്ക്കും മറ്റും നൽകുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർക്ക് അതിൽ എത്രമാത്രം ഉത്തരവാദിത്തമുണ്ട് എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിട്ട അവർ കരുതുന്നത് ഇവിടെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി തോറ്റാൽ ആ സ്പേസിലേക്ക് കോൺഗ്രസിന് കയറി വരാം എന്നൊരു നമുക്കറിയാം. കോൺഗ്രസ് ദുർബലപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നും പിന്നീട് അവർ തിരിച്ചു വന്ന ഒരു ചരിത്രമില്ല. അത് UP ആയാലും ബീഹാർ ആയാലും തമിഴ്നാട് ആയാലും ആന്ധ്ര ആയാലും അങ്ങനെ ഒട്ടനവധിയായ സംസ്ഥാനങ്ങളുണ്ട്. അവർ ദുർബലപ്പെട്ടു പോയ സംസ്ഥാനങ്ങൾ
അവിടെ മറ്റ് പ്രാദേശിക പാർട്ടികളോ ഇടം പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഡൽഹിയിലും നിലവിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം എന്നത് തീർത്തും ദുർബലമാണ്. കോൺഗ്രസിൽ ഡൽഹിയിലെ ആളുകൾ കോൺഗ്രസിൽ വിശ്വാസം അർപ്പിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്ര കൊട്ടിഘോഷിച്ച് പ്രചാരണം നടത്തിയിട്ടും കോൺഗ്രസിന്റെ വോട്ട് നില കേവലം 6.5% ഒതുങ്ങി. ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് രണ്ടാമതെത്താനായത്. മത്സരിച്ച 67 സീറ്റിലും കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് പോയി. പക്ഷേ കോൺഗ്രസിനെ മാത്രം ഇത്തരം കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ള പ്രശ്നം കൂടി ഉണ്ടല്ലോ ശ്രീ പ്രശാന്ത്. കാരണം നേരത്തെ സേനാപതി വേണു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് കോൺഗ്രസ് ദുർബലപ്പെടുക എന്നുള്ളത് ഇപ്പോൾ BJP-യേക്കാളും കൂടുതൽ ആവശ്യം കോൺഗ്രസിൻ ഈ ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികൾക്കാണ്. ഞാൻ പറയാം, ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ എന്താണ് നിലപാട്? ഇന്ത്യ സഖ്യത്തിലേക്കൊരു ഒരു പ്രതിനിധിയെ പോലും വഹിക്കാത്ത CPM ഉണ്ട്. BJP വിരുദ്ധത പറഞ്ഞു നടക്കുകയാണ് അവിടെ. ഡൽഹിയിൽ പോലും അവർ വളരെ നിസ്സാര ശക്തിയുള്ളവരാണെങ്കിൽ പോലും പല സീറ്റുകളിലും മത്സരിക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ കേരളത്തിലെ CPM നേതൃത്വത്തിന് സമ്മതിക്കേണ്ടി വരികയാണ്, BJP വിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വോട്ടുകളിൽ നിന്ന് മാറേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് ദേശീയ തലത്തിൽ എടുക്കുന്ന നിലപാടിലെ ഒരു അവ്യക്തത കൂടിയല്ലേ ശ്രീ പ്രശാന്ത്? അല്ല, നമ്മളിപ്പോ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യവും ഈ ദേശീയ സാഹചര്യവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൽ ഇപ്പോഴും അവർ വളർന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്, അത് വസ്തുതയാണ്. എങ്കിൽ പോലും ഒരു വലിയ ഭീഷണിയെ അവർ എത്തിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ഇപ്പോൾ പഞ്ചാബിലും അത് തന്നെയാണ് സ്ഥിതി. പഞ്ചാബിലും ഇപ്പോൾ കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം മത്സരിക്കുന്നതിൽ വലിയ തെറ്റ്. എന്നാൽ ഡൽഹിയിൽ അങ്ങനെയല്ല. ഡൽഹിയിൽ BJP ആണ് മുഖ്യ ശത്രുവായി വരുന്നത്. ആ മുഖ്യ ശത്രുവിനെ യോജിച്ച് നേരിടുകയാണ് ഇന്ത്യ കൂട്ടായ്മയിലെ കക്ഷികൾ എന്ന നിലയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചെയ്യേണ്ടിയിരുന്നത്. അത് ഹരിയാനയിലും അങ്ങനെ തന്നെയായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു. ഇപ്പം കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് കേട്ടു, ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയാണ് ധാരണകൾ തെറ്റിച്ചത്, അവർ എല്ലാ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിച്ചത് കൊണ്ടാണ് കോൺഗ്രസ് തോറ്റത്. അങ്ങനെയല്ല. അവിടെ ഹരിയാനയിൽ തങ്ങൾ ഭരണം പിടിക്കുമെന്ന ഒരു അമിത ആത്മവിശ്വാസത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഭൂപിന്ദർ ഹൂഡയും അദ്ദേഹത്തിന്റെ മകനും അവരൊക്കെ എത്തിയിരുന്നു. അങ്ങനെ വന്നപ്പോൾ ആം ആദ്മി പാർട്ടി പറയുന്ന പോലെ 10 സീറ്റോ മറ്റോ ചോദിച്ചിട്ടുണ്ട്. ചർച്ചകളിലൂടെ ഒരു 5-6 സീറ്റിന് തയ്യാറാണെങ്കിൽ കൂടി അവിടെ ഒരു സഖ്യ സാധ്യത ഉണ്ടാകുമായിരുന്നു. എന്നാൽ അത്രയും സീറ്റുകൾ പോലും വിട്ടു നൽകാൻ ഒരു ഘട്ടം എത്തിയപ്പോൾ ഹരിയാനയിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. അതാണ് വസ്തുത. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ എല്ലാ സീറ്റിലും മത്സരിക്കുന്ന പ്രഖ്യാപനത്തിലേക്ക് ആം ആദ്മി പാർട്ടി പോയി. അപ്പോൾ അവിടെയും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് അവിടുത്തെ സഖ്യം പാളിയതും വീണ്ടും അവിടെ BJP അധികാരത്തിലെത്താൻ വഴിയൊരുക്കിയതും. ഈ പറയുന്ന 1.5% വോട്ടാണ് ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ കിട്ടിയത്. കോൺഗ്രസും BJP തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം 0.5% മറ്റോ ആയിരുന്നു. അപ്പോൾ അതൊരു ഘടകമായി അവിടെ. നമ്മളിപ്പോൾ ഈ വോട്ടുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ട് വിജയപരാജയങ്ങൾ നിർണ്ണയിക്കാനാവില്ല എങ്കിൽ കൂടി ഈ പറയുന്ന സഖ്യത്തിൽ മത്സരിക്കുന്നതും ഭിന്നിച്ച് മത്സരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഡൽഹിയിൽ സംഭവിച്ചത് ഈ പറയുന്ന പോലെ കനത്ത ആക്രമണം കെജ്രിവാളിനും ആം ആദ്മിക്കുമെതിരെ കോൺഗ്രസ് നടത്തി. അത് ഇന്ത്യ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അതാണ് ഇപ്പോൾ ഇന്ത്യ കൂട്ടായ്മയിലെ മറ്റ് പല ഘടകകക്ഷികളും ചൂണ്ടിക്കാട്ടുന്നത്. അത് സമാജ്വാദി പാർട്ടി വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു, കോൺഗ്രസ് ആണ് ഡൽഹിയിൽ BJP വിജയിപ്പിച്ചതെന്ന്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു, ഈ പറഞ്ഞ ഇനിയും നിങ്ങൾ തമ്മിലടിക്കൂ എന്നാണ് ഒമർ അബ്ദുള്ള പറഞ്ഞത്. ശിവസേന മുന്നറിയിപ്പ് നൽകുന്നു, അവിടെ തൃണമൂല് മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ എല്ലാ പാർട്ടികളും പറയുന്നു. അതായത് ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രഹരമേറ്റ BJP, നമുക്കറിയാം അന്ന് ആ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് വിജയമൊക്കെ കഴിഞ്ഞാൽ വല്ല ആവേശഭരിതനായി BJP അണികളെ കാണാൻ BJP ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താറുണ്ട്. പക്ഷെ അന്നത്തെ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം മോഡിയും BJP നേതൃത്വവും തീർത്തും നിരാശരായിരുന്നു. ഈ പറയുന്ന അണികളെ അഭിസംബോധന ചെയ്യാൻ തുടക്കത്തിൽ മോഡി തയ്യാറായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട്. തീർച്ചയായും ആ നിരാശയിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ്, സംശയമില്ല. അതിനുശേഷം നടന്ന പല നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും. ശ്രീ സേനാപതി വേണു,